ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പലരും എന്നോട് അഭിപ്രായം പറഞ്ഞതാണ് ബിഗിനേഴ്സായ ആൾക്കാർക്ക് ഇതിലെ പല ടേംസും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വിശദമായി പറയണമെന്ന്. അതുകൊണ്ട് നമുക്ക് ആദ്യം ബ്രേക്ക്ഔട്ട് എന്താണെന്ന് നോക്കാം. ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഏരിയ, അതായത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്, ഇതിന് ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് ഒരു ചാനൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക്ഔട്ട് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ചാർട്ട് സ്ട്രക്ചർ ഉണ്ട്, അതായത് പ്രീവിയസ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതാവാം. ഇങ്ങനെ ഏത് ടൈപ്പിലുള്ള ഇതും ആവാം, ബ്രേക്ക്ഔട്ടും ആവാം. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ബ്രേക്ക്ഔട്ട്, ചാനൽസ് എന്താണെന്ന് അറിയാം. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്ന്. ഒരു പ്രൈസ് മൂവ് ചെയ്യുന്നത് കണ്ടിന്യൂസ്, ഇപ്പോൾ അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് മുകളിലോട്ടേക്കല്ല മൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ്, പിന്നെ ചെറിയൊരു റീട്രേസ്മെൻറ്റ്, പിന്നെ വീണ്ടും അപ്പ് മൂവ്മെൻറ്റ്, ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്പ് പോയിട്ട് ജസ്റ്റ് ഒരു റീട്രേസ് ചെയ്യും, എന്നിട്ട് അടുത്ത ആ പ്രീവിയസ് ഹൈ ഉണ്ടല്ലോ അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നത്. ആ ഒരു പോയിൻറ്റിനെയാണ് ആ ഒരു പോയിൻ്റ് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പോകുന്നതും ആവാം. ഇനിയിപ്പോൾ എന്താണ് ഈ ബ്രേക്ക്ഔട്ടിൽ ഇത്ര പ്രത്യേകത എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്നാമത്തെ കാര്യം, ബ്രേക്ക്ഔട്ടിന് ശേഷം വോളറ്റിലിറ്റി ഹൈ ആയിരിക്കും, അതായത് പെട്ടെന്നായിരിക്കും അതിന് ശേഷമുള്ള പ്രൈസ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബ്രേക്ക്ഔട്ട് ട്രേഡ് പലരും ഇഷ്ടപ്പെടാൻ കാരണം. പക്ഷേ അതേപോലെ തന്നെ ബ്രേക്ക്ഔട്ട് ട്രേഡിൽ റിസ്ക്കും ഉണ്ട്. അതായത് പല ബ്രേക്ക്ഔട്ട്സും ഫെയിൽ ആവാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഔട്ട് ഫെയിലാവുമോ സക്സസ് ആയിരിക്കുമോ എന്ന് മനസ്സിലാക്കാൻ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ബ്രേക്ക്ഔട്ട് നടക്കുന്ന ക്യാൻഡിൽ ഒരു ഫുള്ളായിട്ട് ഹൈ വോളിയത്തിൽ ബ്രേക്ക്ഔട്ട് പോയിൻറ്റിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റണം. ഹൈ വോളിയം ആയിരിക്കണം. അതെല്ലാം ഈ ബ്രേക്ക്ഔട്ടിൻ്റെ സക്സസ് റേറ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക്ഔട്ട് ഫെയിൽ ആവാനുള്ള ചാൻസാണ് കൂടുതൽ. പിന്നെ സാധാരണ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞാലും ആ പ്രൈസ് താഴോട്ട് വന്നിട്ട് ആ ബ്രേക്ക്ഔട്ട് പോയിൻ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ റീടെസ്റ്റ് ചെയ്യാൻ വരുന്നത് നോർമലാണ്. പക്ഷേ ഈ റീടെസ്റ്റ് ചെയ്യാൻ വരുന്നത് ചെറിയ വോളിയത്തിലാണ് സാധാരണ വരാറ്. അഥവാ അത് ഹൈ വോളിയത്തിലാണ് താഴോട്ടേക്ക് വരുന്നുള്ളതെങ്കിൽ ആ റീടെസ്റ്റ് അത് മിക്കവാറും ഫെയിൽഡ് ബ്രേക്ക്ഔട്ടിൻ്റെ ലക്ഷണമാണ്. അത് ബിഗീസ് പ്രൈസ് ബ്രേക്ക്ഔട്ട് ആന്ന പോലെ നമുക്ക് തോന്നിപ്പിച്ചിട്ട് അവിടെ സെല്ല് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൂഫാണത്. അപ്പോൾ അതും ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത് നമുക്ക് ബ്രേക്ക്ഔട്ടിൽ എൻട്രി എടുക്കേണ്ട ഇടന്ന് നോക്കാം. നമുക്ക് പല രീതിയിൽ എൻട്രി എടുക്കാം. ഒന്ന്, ബ്രേക്ക്ഔട്ട് പോയിൻറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട്, ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഔട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് എൻട്രി എടുക്കാം. അങ്ങനെ എടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റീടെസ്റ്റിന് ശേഷം എടുക്കാം. ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് റീടെസ്റ്റ് ചെയ്യാൻ വരും എന്തായാലും പ്രൈസ്. അപ്പോൾ ആ റീടെസ്റ്റിൻ്റെ ടൈമിനും നമുക്ക് എൻട്രി എടുക്കാം. അതാണ് കുറച്ചുകൂടി സേഫർ. കാരണം അത് ഫെയിൽഡ് ബ്രേക്ക്ഔട്ട് ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടും. അതിന് ശേഷം എടുക്കുമ്പോൾ പോരാത്തതിന് അവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസും കൂടി വെക്കാൻ പറ്റും. അല്ലാതെ ആദ്യമായി എൻട്രി എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അപ്പോൾ റിസ്ക് കുറവാണ് നമുക്ക് അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ. ഓക്കെ, നമുക്ക് ഇനി 1-2 പോയിൻറ്റ്സ് കൂടി ഈ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി സക്സസ് ആവാനുള്ള 1-2 പോയിൻറ്റ്സ് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം, നമുക്ക് സംസാരിക്കാം. ബ്രേക്ക്ഔട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്രേക്ക്ഔട്ട് പോയിൻറ്റിലേക്ക് പ്രൈസ് എത്ര സ്പീഡിൽ, ഹൈ സ്പീഡിൽ വെർട്ടിക്കലായിട്ട് വരുന്നുണ്ടോ, ബ്രേക്ക്ഔട്ടായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നോക്കാം. അങ്ങനെ ഒരു ബ്രേക്ക്ഔട്ടാണ് നടക്കുന്നില്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത്ര സ്പീഡിൽ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ബയേഴ്സ് എല്ലാം എക്സോസ്റ്റ് ആയിട്ട് തീരും.
അപ്പോൾ അതിനേക്കാളും നമുക്ക് വേണ്ടത് ആ ബ്രേക്കൗട്ട് പോയിൻ്റ് അടുത്ത് വന്നിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്നാൽ ആ ബ്രേക്കൗട്ടിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതായത് അവിടെ കുറച്ച് നേരം ഒരു കൺസോൾട്ടേറ്റ് ചെയ്യുക, ആ ബ്രേക്കൗട്ട് പോയിൻ്റ് 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ബ്രേക്കൗട്ടിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. ഞാൻ ഈ കാണിച്ച 2 ചാർട്ടിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ആ ഒരു പോയിന്റിൽ ബ്രേക്കൗട്ട് പോയിന്റിൽ വന്നിട്ട് 1-2 പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ കുറച്ച് സമയം കൺസോൾട്ടേറ്റ്, ആ സ്ഥലത്ത് ആ ഏരിയയിൽ കുറച്ച് സമയം കൺസോൾട്ടേറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ഒരു ഹൈ വോളിയത്തിൽ ബ്രേക്കൗട്ട് നടക്കുന്നുള്ളത്. അങ്ങനെ നടക്കുമ്പോൾ തന്നെ വേറൊരു ഗുണം, രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ ഏരിയാൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും നമുക്ക്. അപ്പം ഒരു റിസ്ക് കുറഞ്ഞ് കിട്ടും. പിന്നെ റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബ്രേക്കൗട്ടിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതിൽ MACD നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ കൺഫർമേഷൻ, ഈ ബ്രേക്കൗട്ട് സക്സസ് ആവുമോ എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് നമുക്ക് MACD ഇൻഡിക്കേറ്ററിനെ ഉപയോഗിക്കാം. അതായത് ഈ ബ്രേക്കൗട്ട് പോയിന്റിൽ വന്നിട്ട് ആ ബ്രേക്കൗട്ട് ആകുന്നതിന് തൊട്ട് മുമ്പ് MACD നല്ല രീതിയിൽ, MACDയുടെ ഹിസ്റ്റോഗ്രാമാണ് നമുക്ക് നോക്കേണ്ടത്. MACD ലൈനൊന്നും നോക്കേണ്ടില്ല, ഹിസ്റ്റോഗ്രാം ചെറുതായിട്ട് വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും. 0 ലൈനിന് തൊട്ടടുത്ത് വന്നിട്ട് നിൽക്കും. അതായത് ഓൾമോസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ചെറുതായിക്കൊണ്ട് വരും. അതിനർത്ഥം വോൾട്ടിലിറ്റി നല്ലോണം കുറഞ്ഞെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബ്രേക്കൗട്ട് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ MACDൻ്റെ ഹിസ്റ്റോഗ്രാമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 3 ചാർട്ട്സ് ഞാൻ ഇടുന്നുണ്ട്. ഈ 3 നമുക്ക് MACDൻ്റെ ഹിസ്റ്റോഗ്രാം നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒന്നുകിൽ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, അത് ഹൈന്ന് താഴോട്ട് വന്നിട്ട് ഏറ്റവും ഓൾമോസ്റ്റ് 0 ആയിട്ട് വരുന്നുണ്ട്. അതിന് ശേഷമാണ് ബ്രേക്കൗട്ട് നടക്കുന്നുള്ളത്. ബ്രേക്കൗട്ട് ആയ ശേഷം അത് ഹിസ്റ്റോഗ്രാം വീണ്ടും കൂടി പോകുന്നുണ്ട്, അത് പ്രശ്നമില്ല. ആ ബ്രേക്കൗട്ട് ആകുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ MACDയുടെ ഹിസ്റ്റോഗ്രാം ചെറുതായിട്ട് വരും. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് MACD കുറച്ച് സമയം ആ ബ്രേക്കൗട്ട് ആകുന്നതിന് മുമ്പുള്ള കൺസോൾട്ടേഷൻ്റെ ടൈമിന് MACD ഓൾമോസ്റ്റ് ഹിസ്റ്റോഗ്രാം ഉണ്ടാവുകയില്ല, അത്രയും ചെറുതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് കൺഫേം ചെയ്യാം, ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ ബ്രേക്കൗട്ടിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടി ഞാൻ പോയിൻറ്റ്സ് പറയാം. ബ്രേക്കൗട്ടിന് മുമ്പ് പ്രൈസ് കുറച്ച് സമയം ആ ബ്രേക്കൗട്ട് പോയിൻറ്റിനെ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ നടക്കുക. പിന്നെ MACD ഹിസ്റ്റോഗ്രാം ചെറുതായിക്കൊണ്ട് വരിക, ഓൾമോസ്റ്റ് 0 ആയി നിൽക്കുക, അതായത് വോൾട്ടിലിറ്റി കുറഞ്ഞുകൊണ്ട് വരിക. പിന്നെ ബ്രേക്കൗട്ട് നടക്കുന്ന ക്യാൻഡിൽ ഹൈ വോളിയത്തിൽ ബ്രേക്കൗട്ട് പോയിൻറ്റിന് മുകളിലായിട്ട് നല്ല സ്ട്രോങ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഈ ബ്രേക്കൗട്ടിൻ്റെ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും സക്സസ് ആവാനുള്ള. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ സ്ട്രാറ്റജി ഇൻട്രാഡേയിൽ യൂസ് ചെയ്യാം, ഷോർട്ട് ടേം ട്രേഡിൽ യൂസ് ചെയ്യാം. ഷോർട്ട് ടേം ട്രേഡിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ റീട്രേസ്മെൻറ്റ് നടന്ന ശേഷം വേണമെങ്കിൽ എൻട്രി എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി റിസ്ക് കുറവാണ്. അല്ലെങ്കിൽ ഇൻട്രാഡേയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ബ്രേക്കൗട്ടിൽ ഒരു എൻട്രി എടുത്തിട്ട് പെട്ടെന്ന് ക്വിക്ക് പ്രോഫിറ്റ് എക്സിറ്റ്, അതാണ് ബ്രേക്കൗട്ട് ട്രേഡിൻ്റെ ഗുണം, പെട്ടെന്നുള്ള പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, പേപ്പർ ട്രേഡ് ചെയ്യുക. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, താങ്ക് യു.